നമുക്കിതിനൊന്ന് പുത്തുടുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. അങ്ങനെ 2024 നമ്മൾ 2600 10-15 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഫോണ് ഓണാക്കി നോക്കാൻ പോവുകയാണ്. നോക്കിയ 1100 നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം 10-15 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഫോണ് ഓണാക്കി നോക്കാൻ പോവുകയാണ്. നോക്കിയ ഈ സിമ്പിളൊക്കെ ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആൾ ദി ബെസ്റ്റ്. അതിൻ്റെ റിംഗ് ട്യൂണൊക്കെ ഒന്ന് കേട്ടല്ലോ, കുറേ കാലം ആയില്ലേ നോക്കിയ റിംഗ് ട്യൂണൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇനി അടുത്ത സെറ്റ് നമ്മൾ ഈ ഫോണിൽ നമ്മളൊന്ന് പുതിയൊരു മോഡലാക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഈ നോക്കിയ 1100 അല്ല പാനലിൽ പാനലൊക്കെ മാറ്റിയാലോ? പാനലിൽ നമുക്ക് ഇപ്പോൾ സെറ്റാക്കി തരാം. പുത്തൻ സെറ്റായി. നോക്കിയ 1100 2024 ഇങ്ങനെ കൊണ്ടുനടക്കണം. ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കിയ 1100. അങ്ങനെ അതിന് ബാക്ക് ഒരു പാനലും കൂടെ ഇട്ട് കൊടുക്കാം. സെറ്റായില്ലേ? പുതിയ മോഡലായില്ലേ? നമുക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഇപ്പോഴും നിങ്ങൾ മൊബൈൽ കമ്പനികൾ എയർടെൽ, ഐഡിയ അതൊക്കെ അല്ലേ, അതാ ഈ എയർസെൽ എന്ന് പറഞ്ഞ ഈ സാധനം കണ്ടിട്ടുണ്ടോ? എയർസെല്ലിൻ്റെ സിമ്മ്. അത് കാര്യം ആലോചിച്ചോണം. ഇത് 2024 എയർസെല്ലിൻ്റെ സിമ്മ്, പുത്തൻ നോക്കിയ 1100 എയർസെല്ലിൻ്റെ സിമ്മ് കാണിച്ചു തരാം. പിന്നെ അതിന് പിന്നെ ഇതൊന്ന് ചാർജ് ചെയ്യണം എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയാലോ. ചാർജർ കണക്ട് ചെയ്താൽ ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത പഴയ 2600 ഒന്ന് ഓണാക്കി നോക്കിയതിന് ശേഷം സാധനം ഓണായി കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് പുത്തുടുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. നോക്കിയ കൈ ഇതിന് നമുക്കൊന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ബോഡിയൊക്കെ മറ്റേ വേറെ വലിയ പണിയാണല്ലോ, സിമ്പിളാണ്. കണ്ടോ, അതാ പുത്തൻ ബോഡി 2600 നമ്മൾ 2024 ഒരു സംഭവം ആക്കാനായിട്ട് പോവാണ്. ബാക്ക് പാനലിലൂടെ വെക്കുവാണ്. അങ്ങനെ 2024 നമ്മൾ 2600 ഒരു മുതലാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു സാധനം ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് ഇനി അങ്ങോട്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു 2600 സെറ്റ് അങ്ങനെയുണ്ട്. സെറ്റല്ലേ? ഒന്ന് ലോക്കൊക്കെ മാറ്റി നോക്കാം. ബട്ടണൊക്കെ വർക്കാവണമെന്നൊക്കെ നോക്കിയാലോ. മെനു ഇതാണ് അവിടുത്തെ അന്നത്തെ മെനുവും കാര്യങ്ങളൊക്കെ. ട്യൂൺ തന്നെ എടുത്ത് നോക്കാം. ഇതിൻ്റെ ട്യൂൺ എങ്ങനെ ആയിരിക്കും നോക്കാം.
ഇവിടെ വൈബ്രേഷനും കൂടെ ഉണ്ട്. വൈബ്രേഷൻ ഉണ്ടോ? പണ്ട് ഈ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു കഥ കൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു റേഡിയേഷനാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഇതൊക്കെ ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് കുറച്ച് ക്ലിക്കായെന്നാണ് സംഭവം. സംബന്ധിച്ച ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു സാധനമുണ്ട്, റൗണ്ട് സംഭവം. അത് കിടന്നിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ആവണതാണ്. അല്ലാതെ നമ്മൾ ഈ ടവറിൽ നിന്നുള്ള റേഞ്ച് വന്നിട്ട് വൈബ്രേഷൻ വർക്കാവണമല്ല, റേഡിയേഷൻ അല്ല അത്. അതൊക്കെ അന്നത്തെ കാലത്തെല്ലാം എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു സാധനമാണ്. അങ്ങനെ പലരും പാൻറ്റ് പോക്കറ്റിൽ ഫോണിൽ ഇടില്ലായിരുന്നു. വേറൊരു 2600 ഉണ്ട്. നമുക്കതിന് അതായത് ഇതിനെ സെറ്റാക്കാം. നമ്മൾ ബോഡിയൊക്കെ ഒന്ന് മാറ്റി കുളിച്ച് കുട്ടപ്പനാക്കിയെടുക്കാം. 2600. മറ്റേ സിൽവറും അയ്യോ അത് പൊട്ടി വരികയാണ് കേട്ടോ ബാക്ക് പാനൽ. മറ്റേ സിൽവറും ബ്ലാക്കും അല്ലേ, ഇതിനെ നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കാൻ പോവാണ്. ബാക്ക് പാനൽ പൊട്ടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് സെറ്റല്ലേ. ഇപ്പോൾ 2 2600. ഇത് ചെറിയ ബാറ്ററി ആണ്, കുഴപ്പമില്ല. നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഉണക്കാം. ഓക്കെ, ഫോൾഡ്. ഡിസ്പ്ലേ ഡാമേജ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാറ്ററി ഇട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊന്ന് നമുക്ക് ഓണായി കാണിക്കാം. ടാറ്റ ഇൻഡിഗോ. ഓക്കെ, ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് മുകളിലാണ് പറഞ്ഞത്. അനക്കമില്ല. ഇതൊക്കെ അന്നേ ഡെഡായിരുന്ന സാധനമായിരിക്കും. അല്ലാതെ ഇരുന്ന് ഡെഡാവാനുള്ള സാധ്യത നോക്കിയ സെറ്റിന് അങ്ങനെ കുറവാണ്. അടുത്ത സെറ്റ് ഇത് ഓണായിട്ടുണ്ട്. ഇൻസേർട്ട് സിം കാർഡ് ഇട്ടിട്ട് നമുക്ക് നോക്കാം. നമുക്കൊരു 1600 ഒന്ന് ഓണായി നോക്കാം. പാറ്റ മുട്ടയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നോക്കിയ 1600 ഒന്ന് ഓണാക്കാൻ പോവാണ്. ഒരനക്കവും ഇല്ല, ചത്തിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു സെറ്റ് 6030 ഒന്ന് ഓണാക്കി കാണാം. മുകളിലാണ് ഓണോ സ്വിച്ച് വരണം. ഓണായി സാധനം, പക്ഷേ ഡിസ്പ്ലേ ലൈറ്റ് ഇല്ല. വേറെ 1600 ഉണ്ട്, അത് നമുക്കൊന്ന് ഓണാക്കാം. നോക്കിയ 1600, അതും ഒരു അനക്കവും ഇല്ല. 000 ഒന്ന് ഓണാക്കാം. ഒരു ബാറ്ററി ഇരിക്കുന്നുണ്ട്, പെരുവി ചത്തിരിക്കണം. അതും അനക്കമൊന്നുമില്ല. നമുക്ക് ഈ സ്ലൈഡിങ് ഒന്ന് നോക്കാം. ഇല്ലാതാക്കിയാൽ പിന്നെ ഇതൊന്നും കിട്ടൂല, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ. ഓണാക്കണ സ്വിച്ച് മുകളിൽ തന്നെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ആളെ നോക്കിയാൽ കൈ കണ്ട കൈ പൊളി ടി മൊബൈൽ. എനിക്ക് തോന്നുന്നത് ഗൾഫ് സെറ്റായിരിക്കും. സോഫ്റ്റ്വെയർ നോക്കിയടതല്ല, സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ നെയിമാണ്. നമ്മൾ ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഇത് മോഡലാണ് സ്വിച്ച്, നല്ല ടൈറ്റാണ്. നമുക്ക് ഒന്ന് സെറ്റ് ഉണയട്ടെ. ഇൻസേർട്ട് സിം കാർഡ്. സിം ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഫങ്ഷനൊക്കെ ഇതിൽ വരുള്ളൂ. മറ്റേലും അങ്ങനെ തന്നെ. സിമ്മ് വേറെ ഫോണുണ്ട് അവിടെ 6030 ചെയ്യണം. അതൊന്നും അതിനകം 6030.
6030 നമുക്ക് നോക്കാം. 00 ഓണായി. നമുക്കിനി കുറച്ച് മോഡലുകളൊക്കെ ഞാൻ ഓണാക്കി കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. അതായത് ഈ ഫോണ്, അതായത് ഈ റൊട്ടേഷൻ വരുന്ന ഈ ഫോണ്, പിന്നെ നമുക്ക് ഈ ഫോണ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഓണാക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. ഓണാക്കാൻ റിപ്പയർ ചെയ്തല്ല, അതിൻ്റെ ബാറ്ററി കിട്ടുമെങ്കിൽ, ബാറ്ററി വാങ്ങാൻ കിട്ടില്ല, എങ്ങനെയെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതൊക്കെ നന്നായി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.